നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. UDF-മായി ഇടഞ്ഞ് രാജാക്കാട്ടിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് പ്രതിനിധിയെ അവഗണിച്ച കോൺഗ്രസ് പ്രവർത്തകർ 8-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയെന്ന ആരോപണം. മൂന്നാറിലെത്തിയ ഓൺലൈൻ ടാക്സി വാഹനം തടഞ്ഞ തദ്ദേശീയരായ ടാക്സി ഡ്രൈവർമാർ. മുമ്പ് വിനോദസഞ്ചാരിയായ മുംബൈ സ്വദേശിനി സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹനം സമാന രീതിയിൽ ടാക്സി ഡ്രൈവർമാർ തടഞ്ഞത് വിവാദമായിരുന്നു. പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമില്ല. വാഹന പാർക്കിങ്ങിനായി സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിലുണ്ടെങ്കിലും വാഹനങ്ങൾ റോഡിന് ഇരുവശത്തും പാർക്ക് ചെയ്യുന്നു. 1964-ലെ ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കുമോ എന്ന് ഉടനറിയാം. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അന്തിമ നടപടികളിലേക്ക് കടന്നു. പട്ടയവിലക്ക് ഏർപ്പെടുത്തി 2 വർഷം പിന്നിടുമ്പോഴാണ് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അവസാനിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. UDF-മായി ഇടഞ്ഞ് രാജാക്കാട്ടിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് പ്രതിനിധിയെ അവഗണിച്ച കോൺഗ്രസ് പ്രവർത്തകർ 8-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചെന്നും ഇതാണ് പരാജയത്തിന് കാരണമെന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിബി കൊച്ചുവള്ളാട്ട്. തനിക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതാണ് കേരള കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. നടപടി ഉണ്ടാകാതെ UDF-മായി സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. അതേസമയം സ്വതന്ത്രനായി വിജയിച്ച ലീഗ് പ്രതിനിധിയെ ഒപ്പം നിർത്തി UDF അംഗമെന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചാരണം നടത്തുന്നുണ്ടെന്നും സിബി കൊച്ചുവള്ളാട്ട് ആരോപിച്ചു. ഈ 9-ാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ നിലവിൽ ആ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്നും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായും എൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമെന്ന് ധരിപ്പിച്ചാണ് ഞാനവിടെ മത്സരരംഗത്തേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഈ സ്വതന്ത്രനായി മത്സരിച്ച ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ അവിടുന്ന് പിൻവലിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച എനിക്ക് വിജയത്തിലേക്ക് പോകാൻ പാകത്തിന് ക്രമീകരിക്കാൻ അവർക്കൊട്ട് കഴിഞ്ഞുമില്ല. ഇതൊക്കെ കഴിഞ്ഞു പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വശം. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ രംഗത്ത് വന്ന കോൺഗ്രസിൻ്റെ ഭാരവാഹികളും സജീവ പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം. അതുപോലെ തന്നെ റിബലായി മത്സരിച്ച ആളെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഫോട്ടോകളൊക്കെ പ്രസിദ്ധീകരിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് 11 അംഗങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള പ്രചരണം നടത്തുന്നതും ഒരു മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അതിനേക്കാളും ഉപരിയായി ഒരു വിഷയം, ഒരു പഞ്ചായത്ത് ഭരണം മുന്നണി എന്നുള്ള നിലയ്ക്ക് പങ്കിടുമ്പോൾ അത് കോൺഗ്രസ്സിന് എത്ര ഭൂരിപക്ഷമുണ്ട് എന്നിട്ട് നോക്കിയിട്ടല്ല, കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച ആൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് അർഹതയുണ്ട്. അത് സാമാന്യം എവിടെയും പരിഗണിക്കപ്പെടേണ്ട ഒരു മുന്നണി മര്യാദയാണ്. അത് പാലിക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസുമായി ഇവിടെ സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ജില്ലാ നേതൃത്വവുമായി ആലോചിച്ച് കൈക്കൊള്ളാമെന്ന് വിചാരിക്കുകയാണ്. UDF ഔദ്യോഗികമായി ആണോ എന്നറിയില്ല. ചില പോസ്റ്റുകളിലും ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കിടലും ഒക്കെ കാണുമ്പോൾ യഥാർത്ഥമായി ഈ ലീഗ് സ്ഥാനാർത്ഥിയായി ആയിരുന്നോ ഐക്യജനാധിപത്യ മുന്നണി അവിടെ പിന്തുണച്ചത് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ചെന്ന് ഭവിക്കുന്നത്. ജില്ലാ നേതൃത്വമായി ചില ആളുകളുമായി ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ ഒരു രേഖാമൂലമുള്ള പരാതിയൊന്നും കൊടുക്കാൻ ഇതുവരെ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ വിഷയത്തെ കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തിൻ്റെ വലിയ ലഹരിയിലാണ്. അവർക്കിനി ഘടകകക്ഷികളെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്കാണ് ചിന്തിക്കുന്നതെന്നാണ് അവരുടെ ചില തലമുതിർന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ഉറപ്പായും ആ നിലപാടിലല്ലേ പോകാൻ കഴിയൂ. ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച പാർട്ടി സ്ഥാനങ്ങളുള്ള മണ്ഡലം സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളുകൾ വരെ ഈ സ്വതന്ത്രന് പുറകെ നടക്കുകയും അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ അയാൾക്ക് അനുകൂലമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ നടപടിയെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നിരാശയിലാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയത് മുതൽ ഏറ്റവും വിവാദമായി നിലനിന്നിരുന്നത് UDF-മായി ഇടഞ്ഞ് ലീഗ് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. 8-ാം വാർഡിലെ സ്ഥാനാർത്ഥിത്വം ലീഗിന് നിഷേധിച്ചു എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പരാതി.
പിന്നീടാണ് ലീഗ് പ്രതിനിധിയായി ഒരാൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും സിബി കൊച്ചുവള്ളാട് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ലീഗ് പ്രതിനിധിയായി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുധീർ കോട്ടക്കുടി അവിടെ വിജയിച്ചിരിക്കുന്നു. അവിടെ വിജയിച്ചതിന് ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് കേരള കോൺഗ്രസ് വീണ്ടും വലിയ വിവാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ ആരോപണം. മറ്റൊന്ന് പ്രധാനമായി ഉന്നയിക്കുന്നത് UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് തനിക്ക് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോയത്. ഇതാണ് പരാജയത്തിന് കാരണമെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് കേരള കോൺഗ്രസ് എന്തായാലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോര് ലീഗും കോൺഗ്രസുമായിട്ടായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിയുമ്പോൾ ആ ചേരിപ്പോര് ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും മറ്റു പ്രതികരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു വാർത്തകളിലേക്ക് നോക്കാം. മൂന്നാറിലെത്തിയ ഓൺലൈൻ ടാക്സി വാഹനം തടഞ്ഞ് തദ്ദേശീയരായ ഒരുപറ്റം ടാക്സി ഡ്രൈവർമാർ. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മുമ്പ് വിനോദസഞ്ചാരിയായ മുംബൈ സ്വദേശിനി സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹനം സമാനമായ രീതിയിൽ തദ്ദേശീയരായ ഒരുപറ്റം ടാക്സി ഡ്രൈവർമാർ തടയുകയും പിന്നീടുണ്ടായിരുന്ന തുടർ സംഭവങ്ങൾ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മൂന്നാറിലെത്തുന്ന ഓൺലൈൻ ടാക്സി വാഹനങ്ങൾക്കു നേരെ തദ്ദേശീയരായ ടാക്സി ഡ്രൈവർമാർ ഉയർത്തുന്ന എതിർപ്പ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. പലപ്പോഴും എതിർപ്പ് അതിരുവിട്ട് കയ്യാങ്കളിയിലേക്കും പോലീസ് കേസിലേക്കുമൊക്കെ പോകുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്നാറിലെത്തിയ ഓൺലൈൻ ടാക്സി വാഹനം തദ്ദേശീയരായ ഒരുപറ്റം ടാക്സി ഡ്രൈവർമാർ ചേർന്ന് തടഞ്ഞ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എവിടെയാണെങ്കിലും എന്താ നിങ്ങൾ ആർഡർ എടുക്ക്. മുമ്പ് വിനോദസഞ്ചാരിയായ മുംബൈ സ്വദേശിനി സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹനം സമാന രീതിയിൽ തദ്ദേശീയരായ ഒരുപറ്റം ടാക്സി ഡ്രൈവർമാർ തടയുകയും പിന്നീടുണ്ടായ തുടർ സംഭവങ്ങൾ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യമാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ പരാതി ലഭ്യമായിട്ടില്ലെന്നാണ് വിവരം. സിറ്റി വിഷൻ, മുന്നാർ. പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഇതുവരെയും കട്ടപ്പന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വാഹന പാർക്കിങ്ങിനായി സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിലുണ്ടെങ്കിലും ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ 20 ഏക്കർ പൊന്നിക്കവല റോഡിന് ഇരുവശത്തുമാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് വലിയ ഗതാഗത കുരുക്കിനാണ് ഇടയാക്കുന്നത്. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് നീളുകയാണ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ 20 ഏക്കർ പൊന്നിക്കവല റോഡിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാം എന്ന വാഗ്ദാനം വർഷങ്ങളായി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നടപടിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും തുടരുന്ന ഗതാഗത തടസ്സം. ഇടാതെ എങ്ങനെയും ഇട്ടിട്ട് പോകും. ഹോസ്പിറ്റലിലൊക്കെ വരുന്നവര് ഒരു സൈഡിൽ ഇടുക. വിഷയം നിരവധി തവണ നഗരസഭ അധികൃതർക്ക് മുമ്പാകെ എത്തിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന വാഗ്ദാനം മാത്രമായി ഒതുങ്ങുകയാണ്. ചില സമയങ്ങളിൽ ഈ റോഡിലെ ഗതാഗത കുരുക്ക് കൂടുതൽ സമയം നീളുന്ന സാഹചര്യവും ഉണ്ട്. മുനിസിപ്പാലിറ്റിക്കും എല്ലാം പരാതി കൊടുക്കാം. ഇത് ഈ ആശുപത്രി ചുമ്മാ വണ്ടിയിലൊന്നും ആളില്ല, വണ്ടി ചുമ്മാ വഴിയിലിട്ടേച്ച് പോയേക്കുക. 6 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇപ്പൊ താണൂരിന്ന് പോയിച്ചു വന്നത്. താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലമുണ്ടെങ്കിലും ഇത് വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരാതിയും ഉയരുന്നു. എല്ലാ മുനിസിപ്പാലിറ്റികളിൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ആൾക്കാർ വരുന്നുണ്ട്, എടുക്കുന്നുണ്ടെന്നുള്ളത് വെച്ചാൽ ഈ യാത്രക്കാരുടെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ താഴെ നമ്മുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തി ഇഷ്ടംപോലെ പാർക്കിങ്ങിനുള്ള പ്ലേസൊക്കെ വന്നിട്ടുണ്ട്. 20 ഏക്കർ പൊന്നിക്കവല കക്കാട്ടുകട പ്രധാന ബൈപ്പാസ് റോഡാണ്. ആശുപത്രിക്ക് മുമ്പിലൂടെ കടന്നുപോകുന്നത് നിരവധി സ്വകാര്യ വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങൾ, വലിയ ഭാരവാഹനങ്ങളടക്കം ഇതുവഴി കടന്നുപോകുന്നു. ആശുപത്രിയിലെത്തുന്ന ആളുകൾ റോഡിനിരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത്. കട്ടപ്പന നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുന്നതിനുള്ള കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. സിറ്റി വിഷൻ, കട്ടപ്പന. 1964 ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കുമോ എന്ന് ഉടനറിയാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്തിമ നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ 9-ന് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി
സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കി. പട്ടയ വിലക്ക് ഏർപ്പെടുത്തി 2 വർഷം പിന്നിടുമ്പോഴാണ് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അവസാനിച്ചത്. 2024 ജനുവരി 10-നാണ് 1964 ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. ചട്ടത്തിൽ 1971 കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ ചട്ടം 5, 7 എന്നിവയുടെ നിയമസാധുത ചോദ്യം ചെയ്താണ് കോടതി ഇത്തരമൊരു ഉത്തരവിറക്കിയത്. സർക്കാർ ഭൂമി കയ്യേറിയവർക്കും പട്ടയം നൽകാൻ അനുവദിക്കുന്നതാണ് ഈ വകുപ്പുകളെന്ന ഹർജിക്കാരായ പരിസ്ഥിതി സംഘടനകളുടെ വാദം അംഗീകരിച്ചാണ് 2-അംഗ ബെഞ്ച് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത്. ഹൈക്കോടതി വിധി മറികടക്കുന്നതിൽ മെല്ലപ്പോക്ക് നയം സ്വീകരിച്ച സർക്കാർ ഏറെ വൈകിയാണ് കൗൺസിൽ ഫയൽ ചെയ്തത്. പതിവ് ചട്ടങ്ങൾ ലംഘിച്ച ചട്ടങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ടെന്ന വിവരം കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തതാണ് കോടതിയിൽ നിന്ന് പ്രതികൂലമായി വിധിയുണ്ടാകാൻ കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി പട്ടയവിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയെന്നാണ്. പട്ടയവിലക്ക് നീങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും ജില്ലയിൽ പട്ടയമേള നടത്തിയേക്കും. 1,00,000-ലധികം പേർ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ ഒക്ടോബർ 31-ന് നടത്തിയ പട്ടയമേളയിൽ 554 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഗുരുഭവനത്തിന്റെ തറക്കല്ലിടിയിൽ നടത്തി. SNDP രാജാക്കാട് യൂണിയന്റെ കീഴിലുള്ള 1405 നമ്പർ കള്ളിമാലി ശാഖയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭവനരഹിതരായ കുടുംബത്തിന് ഗുരുഭവനം നിർമ്മിച്ചു നൽകുന്നത്. ഭവനരഹിതനായ കലുങ്കു സിറ്റി കല്ലേപ്പള്ളിയിൽ അനിലിന് ഗുരുഭവനം നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നടന്നു. ശാഖയിലെ കുടുംബാംഗമായ വെട്ടുകല്ലമാക്കൽ അദ്വൈത ഉണ്ണിയാണ് ഇതിനുവേണ്ട മുഴുവൻ ധനസഹായവും നൽകുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്വൈത തന്റെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗമാണ് തികച്ചും യോഗ്യതയുള്ള ഒരു കുടുംബത്തിന് ഭവനം പണിയുവാനായി നൽകിയത്. അദ്വൈതയുടെ പിതാവ് അംഗമായ രാജാക്കാട് ലയൺസ് ക്ലബ്ബ് 18 വീടുകളാണ് ഭവനരഹിതർക്കായി പണിതു നൽകിയത്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്വൈത ഇങ്ങനെയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് സന്നദ്ധയായത്. പ്രിയപ്പെട്ട അദ്വൈത മോള് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അവൾക്ക് ലഭിച്ച ശമ്പളത്തിൻ്റെ ഒരു നല്ല ഭാഗം തുടക്കത്തിൽ തന്നെ ഒരു ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെക്കുമ്പോൾ സർവേശ്വരൻ്റെ അനുഗ്രഹം മോൾക്ക് ആവോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കി കൈമാറും. SNDP രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ സാന്നിധ്യം വഹിച്ചു. ഈ വെട്ടുകല്ലുമാക്കൽ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ആളുകളുടെ ആവശ്യാനുസരണം അവരെ തൊട്ടറിഞ്ഞ് ധനവാനെ മാത്രം കാണുന്നവരല്ല, ഏറ്റവും എളിമയായ ആ ഒരു സഹായവും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇപ്പോൾ വളർന്നു വരുന്നതോറും ഇന്ന് എന്താണെന്ന് അവർക്ക് ആവശ്യമെന്നറിഞ്ഞ് അവരുടെ ആരോഗ്യ മേഖലയിലും മറ്റുള്ള എല്ലാവർക്കും ജാതി മതഭേദമന്യേ കൊടുത്തുകൊണ്ടിരിക്കുന്ന സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജെയിൻ കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ ചെറുതാനി, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ പ്രസാദ്, സാജു എബ്രഹാം, VS പൊന്നുണ്ണി, കള്ളിമാലി ശാഖാ പ്രസിഡന്റ് ബെൻസോയ് മാധവൻ, ബേബി മാത്യു, AM ഹംസ, ലയൺസ് ക്ലബ്ബ്, SNDP ഭാരവാഹികൾ, സമീപവാസികൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. ശബരിമല തീർത്ഥാടകർക്കായി കുമളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരംഭം കുറിച്ചു. കുമളി ടൗണിലെ വനം വകുപ്പിന്റെ കെട്ടിടം ക്യാമ്പിന് വിട്ടു നൽകാത്തത് വിവാദമായിരുന്നു. കുമളി പഞ്ചായത്തും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല തീർത്ഥാടകർക്കായി കുമളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് തുടക്കമായിരിക്കുന്നത്. ക്യാമ്പ് സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും പഞ്ചായത്തും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ സേവനം ലഭ്യമായി തുടങ്ങിയത്. കുമളി ടൗണിലെ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള വനംവകുപ്പ് കെട്ടിടം ക്യാമ്പിനായി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം നിലനിന്നിരുന്നത്. കെട്ടിടം വിട്ടു നൽകണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവഗണിച്ചത് വലിയ വിവാദമായിരുന്നു. തുടർന്ന് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസും പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ P സാജു IFS നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിച്ചു. മണ്ഡലകാലം തീരുന്നത് വരെ ഈ ക്യാമ്പിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മെഡിക്കൽ ഓഫീസേഴ്സ് 4 മെഡിക്കൽ വിഭാഗമാണ് ഇവിടെ സേവനം നൽകുന്നത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ ആൻഡ് സിദ്ധ 4 മെഡിക്കൽ ഓഫീസർമാരും അവരെ അനുഗമിക്കുന്ന നിരവധിയായിട്ടുള്ള സഹപ്രവർത്തകരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അടക്കം തീർത്ഥാടകർക്കായി ആയുർവേദം, സിദ്ധ, ഹോമിയോ, അലോപ്പതി എന്നീ ചികിത്സാ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട്.
ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, JHI മാടസ്വാമി എന്നിവരും വിവിധ വാർഡ് മെമ്പർമാരും ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർമാരായ അനീഷ S. ഡേവിഡ, റോസ്മേരി, അഞ്ജു കൃഷ്ണ, വർഗീസ് T. ഐസക്, നീതു പ്രസാദ് എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, കുമളി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പ്രസവത്തിന് ബുദ്ധിമുട്ട് നേരിട്ട ആട് കട്ടപ്പന മൃഗാശുപത്രി അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് 3 കുട്ടികൾക്ക് ജന്മം നൽകി. കട്ടപ്പന പേഴുങ്കവല സ്വദേശിയുടെ ആടാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കട്ടപ്പന മൃഗാശുപത്രിയിൽ 3 കുട്ടികൾക്ക് ജന്മം നൽകിയത്. കട്ടപ്പന മൃഗാശുപത്രിക്ക് പൊന്തൂവലായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. കട്ടപ്പന പേഴുങ്കവല സ്വദേശിയായ വരിക്കമാക്കൽ സിബിയുടെ ഉടമസ്ഥതയിലുള്ള ആടാണ് കട്ടപ്പന മൃഗാശുപത്രി അധികൃതരുടെ പരിശ്രമത്തിനൊടുവിൽ 3 കുട്ടികൾക്ക് ജന്മം നൽകിയത്. വർഷങ്ങളായി ആട് കൃഷിയുമായി മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് സിബി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ആട് പ്രസവത്തിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. തുടർന്ന് ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ സിബിയുടെയും കുടുംബവും ചേർന്ന് നടത്തുകയും ചെയ്തു. എന്നാൽ കുട്ടികൾ പുറത്തേക്ക് വരാത്ത സാഹചര്യമുണ്ടായതോടെ കട്ടപ്പന മൃഗാശുപത്രി അധികൃതരെ സമീപിക്കുകയായിരുന്നു. പ്രസവത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചപ്പോൾ രാത്രിയിലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം രാവിലെ ആടിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തി. ഇതിൽ കുട്ടി യൂട്രസിനുള്ളിൽ വിലങ്ങിക്കിടക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു. ഇതാണ് സുഖപ്രസവത്തിന് തടസ്സമുണ്ടായതെന്ന് കണ്ടെത്തി. ശേഷം കുട്ടികളെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഓപ്പറേഷൻ നടത്തി ആട്ടിൻകുട്ടികളെ പുറത്തെടുക്കുകയായിരുന്നു. 2 പെണ്ണും 1 ആൺകുട്ടിയുമാണ് ഉണ്ടായത്. അതായത് കേസ് ഒരു കമ്പൈൻഡ് യൂട്രൈൻ പ്ലസ് റെക്ടൽ പ്രൊലാപ്സ് ആയിരുന്നു. ആട് ഏകദേശം 5 മാസത്തോളം പൂർണ്ണ ഗർഭിണിയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ പെർവജനൽ എക്സാമിനേഷൻസ് നടത്തുകയും കുഞ്ഞിൻ്റെ പൊസിഷൻസ് ഒക്കെ അനലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബ്രീച്ച് പൊസിഷൻ, അതായത് നോർമൽ പ്രസവം നടക്കാൻ തക്കവണ്ണമുള്ളൊരു പൊസിഷനിലായിരുന്നില്ല ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്നത്. മേ ബി അതുതന്നെയാകാം ഈ യൂട്രൈൻ പ്രൊലാപ്സിൻ്റെ ഒരു കാരണവും. എത്രയും വേഗം തന്നെ നമ്മുടെ സീനിയർ വെറ്റിനറി സർജനായ ഡോക്ടർ തോമസ് സാറ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസ്, വെറ്റിനറി സർജൻ നവ്യ P. ഷിബു, ഡോക്ടർ സാന്ദ്ര, ഡോക്ടർ അൽ സൗദ, അറ്റൻഡർ ലിബിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഓപ്പറേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. സിറ്റി വിഷൻ, കട്ടപ്പന. സേനാപതി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് രാജാക്കാട് 8ാം വാർഡിലെ അംഗൻവാടി നവീകരിച്ചു നൽകി. ക്യാമ്പിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അംഗൻവാടി നവീകരിച്ചത്. സാമൂഹ്യ സേവന രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന സേനാപതി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നുവരുന്നത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ അംഗൻവാടി നവീകരിച്ചത്. വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയുടെ ഇടപെടലിനെ തുടർന്നാണ് കുട്ടികൾ അംഗൻവാടി നവീകരണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യമേ വന്നപ്പോൾ ഈ പിള്ളേരൊക്കെ ഉദ്ഘാടന ദിവസം ഞാൻ ക്യാമ്പിൽ പോയിരുന്നു. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഞാൻ ലിജോ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു, സാറേ ഈ പിള്ളേരൊക്കെ ഇപ്പം സ്കൂൾ അടച്ച് വീട്ടിൽ ഇരുന്ന് പഠിക്കണ്ടോ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ വീട്ടിൽ കൂടെ പോകണ്ടേ
പിള്ളേരാണ്. സാറേ, ഈ പിള്ളേർ ഇവിടെ വന്ന് ഈ പരിപാടി ഈ വാക്കത്തി ദുബായ് എടുത്ത് വെട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു, ജോഷിയെല്ലാം വഴിയെ കണ്ടാൽ മതി, ഇതിനോട് വേറൊന്നും പറഞ്ഞില്ല. എന്താണേലും സത്യസന്ധമായിട്ട് വേണ്ട ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയ ഒരു കുട്ടികളെ ഞാൻ കണ്ടു. നവീകരണം പൂർത്തിയാക്കിയ അംഗൻവാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി നിർവഹിച്ചു. സേനാപതി സ്കൂൾ HM ധന്യ എസ് നായർ അധ്യക്ഷത വഹിച്ചു. സാറ വർഗീസ് സ്വാഗതം ആശംസിച്ചു. NSS കോർഡിനേറ്റർ ലിജോ തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ സി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ജാൻസി ഫ്രാൻസിസ്, റോവ സാറ, രമ്യ, സ്മിത പി ദേവ്, അഞ്ജു മാത്യു, ഷിനു ജേക്കബ്, മെറിൻ ഏഞ്ചൽ, രാഹുൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. കോതപാറ രാജഗിരി ക്രിസ്തുരാജ് ദേവാലയത്തിന്റെ തിരുനാൾ ജനുവരി 1 മുതൽ 4 വരെ തീയതികളിൽ നടത്തപ്പെടുമെന്ന് പള്ളി വികാരി അറിയിച്ചു. ജനുവരി 1 വ്യാഴാഴ്ച 4 മണിക്ക് കൊടിയേറ്റ്, തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് ക്രിസ്തുരാജ മതബോധന കേന്ദ്രത്തിന്റെ വെഞ്ചരിപ്പും പൊതുസമ്മേളനവും നടത്തപ്പെടും. ഇടവകയുടെ വിശ്വാസ പരിശീലന ആവശ്യങ്ങൾക്കും മറ്റ് പൊതു ആവശ്യങ്ങൾക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ആശീർവാദ കർമ്മം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവ് 2026 ജനുവരി 1 തീയതി വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാനയോടും തുടർന്ന് തിരുക്കർമ്മങ്ങളോടും നടത്തപ്പെടുകയാണ്. എല്ലാവരെയും ഈ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരുനാൾ ദിവസങ്ങളിലും അതുപോലെ തന്നെ തിരുനാളിൻ്റെ സമാപന ദിവസം ഞായറാഴ്ച 4 തീയതി വൈകുന്നേരം ഗാനമേള ഉണ്ട്. അപ്പോൾ ഗാനമേളയിലും വന്നെല്ലാവരും പങ്കെടുത്ത് സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനായിട്ട് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജനുവരി 2 വെള്ളിയാഴ്ച 4:45 കുടുംബ കൂട്ടായ്മകളിൽ നിന്നും കഴുന്നു പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേരും. 5 മണിക്ക് ഫാദർ ജോസഫ് ഏറത്ത് നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാന, തുടർന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവയും നടത്തപ്പെടും. 3 ശനിയാഴ്ച രാവിലെ 6:40 വിശുദ്ധ കുർബാന. വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6 വളകോട് കുരിശടിയിലേക്ക് പ്രദക്ഷിണം. 7:30 പ്രദക്ഷിണം തിരികെ ദേവാലയത്തിലെത്തി സമാപിക്കും. ജനുവരി 4 7 മണിക്ക് വിശുദ്ധ കുർബാനയും 9:30 ഫാദർ ബ്രിജേഷ് പുറ്റുമണ്ണിയിൽ കാർമ്മികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും. 11:15 പ്രദക്ഷിണം പഴയ പള്ളി കുരിശടിയിലേക്ക് നടത്തപ്പെടും. ഉച്ചയോടെ തിരുനാളിന് കൊടിയിറങ്ങും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് കോട്ടയം മെഗാ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും നടത്തപ്പെടും. സിറ്റി വിഷൻ ഉപ്പുതറ. സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി മഹാസഭ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന മഹാസഭയിൽ സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയ സംവാദങ്ങൾ ഏറെ ശ്രദ്ധേയമായി. സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കേഡറ്റുകളുടെ നേതൃത്വത്തിൽ മഹാസഭ നടന്നു. സമീപ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെയും ഭരണകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന മഹാസഭ ആശയസമ്പന്നവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ വിഷയങ്ങൾ കുട്ടികൾ സംവാദത്തിലൂടെ അവതരിപ്പിച്ചു. പരസ്പര ബഹുമാനവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയ അന്തരീക്ഷത്തിലാണ് മഹാസഭ നടന്നത്. ഇത് കുട്ടികൾക്ക് പുതുമയുള്ള അനുഭവമായെന്ന് അധ്യാപകരും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. പഴയ തലമുറയെ പരിഗണിക്കാത്ത സമ്പൂർണ്ണമായ എന്ത് മാറ്റങ്ങളാണ് അങ്ങോട്ട് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഗ്രാമപഞ്ചായത്തിലെ വിനോദസഞ്ചാര വികസനത്തിന് വേണ്ടി ഈ ഭരണസമിതി എന്തൊക്കെ നടപടികളാണ് ഉദ്ദേശിക്കുന്നത്? മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന മഹാസഭയിൽ സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ, ഇരു പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ മഹാസഭയ്ക്ക് ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വൈബ് ഫോർ വെൽനസ് ക്യാമ്പേക്ക് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, വാല്യൂ എഡ്യൂക്കേഷൻ സെഷനുകൾ, ഫസ്റ്റ് എയ്ഡ് പരിശീലനം, ജീവിത നൈപുണി വികസന പ്രവർത്തനങ്ങൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. സിറ്റി വിഷൻ സേനാപതി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്.
സ്വർണ്ണഗ്രാമിന് 12,395 രൂപ, പവന് 99,160 രൂപ, വെള്ളി ഗ്രാമിന് 258 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-മായി ഇടഞ്ഞ് രാജാക്കാട്ടിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് പ്രതിനിധിയെ അവഗണിച്ച കോൺഗ്രസ് പ്രവർത്തകർ 8-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയെന്ന ആരോപണം. മൂന്നാറിലെത്തിയ ഓൺലൈൻ ടാക്സി വാഹനം തടഞ്ഞ തദ്ദേശീയരായ ടാക്സി ഡ്രൈവർമാർ. മുമ്പ് വിനോദസഞ്ചാരിയായ മുംബൈ സ്വദേശിനി സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹനം സമാന രീതിയിൽ ടാക്സി ഡ്രൈവർമാർ തടഞ്ഞത് വിവാദമായിരുന്നു. പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമില്ല. വാഹന പാർക്കിങ്ങിനായി സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിലുണ്ടെങ്കിലും വാഹനങ്ങൾ റോഡിന് ഇരുവശത്തും പാർക്ക് ചെയ്യും. 1964 ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കുമോ എന്ന് ഉടനറിയാം. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അന്തിമ നടപടികളിലേക്ക് കടന്നു. പട്ടയവിലക്ക് ഏർപ്പെടുത്തി 2 വർഷം പിന്നിടുമ്പോഴാണ് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അവസാനിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.